നല്ല കിടിലൻ ട്വിസ്റ്റുകളുള്ള ത്രില്ലർ പടം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഒരു സിനിമ പറയാം. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട പടമാണ്. റിവ്യൂ സെപ്പറേറ്റ് ചെയ്തില്ല എന്ന് മാത്രം. പഴയ പടമാണല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാണ്. ഒരുപാട് പഴയതൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇനി മുതൽ ആഴ്ചയിൽ ഒരു പഴയ പടമെങ്കിലും സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ മൂവി വീഡിയോ പോലെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പടം ഒരു ചൈനീസ് പടമാണ്. ഇതിലെ നായകന്റെ പേര് ഹേഫെ എന്നാണ്. അയാളും ഭാര്യ ലീ മൂസിയും കൂടി അവരുടെ ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ബെർലാൻഡിനോ എന്നൊരു സാങ്കല്പിക ഐലൻഡിൽ എത്തുകയാണ്. അവിടെ വെച്ച് ഭാര്യയെ കാണാതാകുന്നു. ഹേഫെ നമ്മുടെ നായകൻ ചൈനീസുകാരനാണ്. ഇവർ വന്ന ഈ സ്ഥലത്ത് തായി മലയ് ഭാഷകൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. ഭാര്യയെ കാണാതായ കാര്യം ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. ആർക്കും ഇയാൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, സഹായിക്കാനും തയ്യാറാകുന്നില്ല. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 2022 ഇറങ്ങിയ ചൈനീസ് മിസ്റ്ററി ത്രില്ലർ ലോസ്റ്റ് ഇൻ ദ സ്റ്റാർസ്. നല്ല ട്വിസ്റ്റുള്ള ഒരു കിടിലൻ ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 1960 റോബർട്ട് തോമസിന്റെ ട്രാപ്പ് ഫോർ എ ലോൺലി മാൻ എന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. ഈ നാടകത്തെ ആധാരമാക്കി 90 ഇതേ പേരിൽ ഒരു റഷ്യൻ കോമഡി സിനിമയും റിലീസ് ആയിട്ടുണ്ട്. ഇത് രണ്ടിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ നാടകത്തിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ബംഗാളിയിൽ, തമിഴ്, ഹിന്ദി ഭാഷകളിൽ പണ്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. ആ തമിഴ് പടമൊക്കെ വളരെ ഫേമസ് ആണ്. ഞാൻ ഏതാണെന്ന് പറയുന്നില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. സോ ഈ പടം കാണുമ്പോൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ചില പഴയ സിനിമകളെ ഓർക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇവര് ഒരു ഹിച്ച്കോക്കിയൻ സ്റ്റൈലാണ് പടത്തിന്റെ മേക്കിങ്ങിൽ സ്വീകരിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഹിച്ച്കോക്ക് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ട്വിസ്റ്റ് ഒക്കെ ഊഹിക്കാൻ കഴിയും. എങ്കിൽ പോലും ഇതിന്റെ മേക്കിംഗ് കൊണ്ടും കഥ നടക്കുന്ന പശ്ചാത്തലം, അതുപോലെ എല്ലാവരുടെയും മികച്ച പെർഫോമൻസ്, സ്ട്രോങ് ഇമോഷണൽ ഡെപ്ത്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് പടം നിങ്ങൾക്ക് വളരെ വെർത്ത് വാച്ചായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥ തന്നെയാണ് പടത്തിന്റെ കരുത്ത്. ഒപ്പം ഇമോഷണലി നന്നായിട്ട് കണക്ട് ആക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ. ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങളുടെ ഉള്ളിലയ്ക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ പടത്തിന്റെ പേര് എത്ര ഇതിന് യോജിച്ചതാണെന്നും നിങ്ങൾക്ക് ബോധ്യമാകും. ഇതിലെ നായകനായിട്ട് വന്ന ചു യിലോങ്, അതുപോലെ ഫീമെയിൽ ലീഡ് ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ ചെൻമോയ് ആയിട്ട് വന്ന നീനി എന്ന നടി, രണ്ടുപേരുടെയും കിടലും പെർഫോമൻസ് പടത്തിലുണ്ട്. പ്രത്യേകിച്ച് നായകന്റെ ക്ലൈമാക്സിലെ പ്രകടനം എടുത്തു തന്നെ പറയാം. ടെക്നിക്കലി മികച്ച ഒരു സിനിമയാണ്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം നൈസ് ആണ്. ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ കഴിയും. മാൻഡറിനാണ് ഒറിജിനൽ ലാംഗ്വേജ്. മറ്റു ഭാഷകളൊന്നും, ഡബ്ബിംഗ് വേർഷനുകളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട്, അത് വെച്ച് കണ്ടുവരും. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാ.